ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. തിരൂർ എടൂർ ശ്രീ കൊറ്റംകുളങ്ങര ശിവഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി ആട്ടുത്സവം നാടിൻ്റെ ആഘോഷമായി മാറി. സമൂഹശ്രദ്ധയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. പതിവ് തെറ്റാതെ ഇത്തവണയും പാണക്കാട് സെയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉത്സവത്തിൽ പങ്കാളിയായി. തിരു സെന്റ് മേരീസ് ചർച്ചിലെ വികാരി ഫാദർ ജോസഫ് മണഞ്ചേരിയും ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ അരീക്കര സുധീർ നമ്പൂതിരി മുഖ്യാതിഥികളായി പങ്കെടുത്തു. എടൂർ ശ്രീ കൊറ്റംകുളങ്ങര ശിവഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയാട്ട് ഉത്സവമാണ് നാടിന്റെ ആഘോഷമായി മാറിയത്. ഈ വർഷവും പതിവ് പോലെ മുഖ്യാതിഥിയായി പാണക്കാട് കുടുംബത്തിലെ റഷീദ് അലി ശിഹാബ് തങ്ങൾ സമൂഹശ്രദ്ധയിൽ പങ്കാളിയായി. തിരു സെന്റ് മേരീസ് ചർച്ചിലെ വികാരി ഫാദർ ജോസഫ് മണഞ്ചേരിയും ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ അരീക്കര സുധീർ നമ്പൂതിരിയും വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സമൂഹസദ്യയിൽ ആയിരങ്ങളാണ് പങ്കാളികളായത്. മതസാഹോദര്യം, മതമൈത്രി എന്നിവ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനുള്ള പ്രചോദനമാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവമെന്ന് പാണക്കാട് സെയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തിരൂർ ഏഴിലുള്ള കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പാണക്കാട് നിന്ന് എല്ലാ ആളുകളും ഇവിടെ വരാറുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു സുദിനം കൂടിയാണ്. കാരണം കേരളത്തിൽ മതസാഹോദര്യം, മതമൈത്രിയൊക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യകതയും അനിവാര്യവുമാണ്. എല്ലാ ജനങ്ങളെയും ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും എല്ലാ മതങ്ങളെയും ആദരിച്ചുകൊണ്ടും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യം തന്നെ. ആ പാരമ്പര്യം എക്കാലത്തും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതിനുള്ള പ്രചോദനമാണ് ഈ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവം. അതിലെല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കുന്നുണ്ട്. എല്ലാ ആശംസയും നേരുന്നു എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുചേർന്ന് ഉത്സവം ആഘോഷിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മനുഷ്യൻ ഒരു ദൈവത്തിന്റെ മക്കളാണെന്ന് മനസ്സിലാക്കാനുള്ള സന്ദർഭമാണ് ഈ ഒത്തുചേരലെന്നും ഫാദർ ജോസഫ് മണഞ്ചേരി പറഞ്ഞു. ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഇതിൽ സംബന്ധിക്കുവാനായിട്ട് എനിക്ക് അവസരം കിട്ടി. സന്തോഷമുണ്ട്. ഇവിടെ വരുമ്പോൾ എല്ലാ ജാതിക്കാരെയും തന്നെ ഞാൻ കാണുന്നുണ്ട്. ക്രൈസ്തവരുണ്ട്, ഹൈന്ദവരുണ്ട്, ഇസ്ലാം വിശ്വാസികളുമുണ്ട്. നമ്മുടെയൊക്കെ ഒരു കൂട്ടായ്മ മനുഷ്യൻ ഒരു ദൈവത്തിൻ്റെ മക്കളാണെന്ന് മനസ്സിലാക്കാനും അതുകൊണ്ട് തന്നെ എല്ലാവരും സഹോദരങ്ങളാണെന്ന് തിരിച്ചറിയുവാനുമുള്ളൊരു വേദിയാണ്, ഒരവസരമാണ്, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ളൊരു വേദി കൂടെയാണ് ഇത്. ഇതിന് എല്ലാവിധ നന്മകളും ഞാൻ ആശംസിക്കുന്നു. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ടൊന്നും എനിക്കറിയാൻ പാടില്ല. 5 വർഷമായെന്ന്. ഇനി ഇത് മുന്നോട്ട് പോകണം. ഒന്നിനൊന്നിനെ വർദ്ധിച്ചു വരികയും കൂട്ടായ്മകൾ വർദ്ധിപ്പിക്കാനും ഇത് ഇടയാകട്ടെ. ഈ ക്ഷേത്രം ഈ സമൂഹത്തിൻ്റെ ഐശ്വര്യത്തിന് നിദാനമായി തീരട്ടെ എന്നും ആശംസിക്കുകയാണ്. നമ്മളൊന്നാണ്, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ നമുക്ക് ഈ നാടിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് സഹകരിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. മതസൗഹാർദ്ദമായി നടക്കുന്ന ഉത്സവത്തിൽ പങ്കാളിയാവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ അരീക്കര സുധീർ നമ്പൂതിരിയും പറഞ്ഞു. വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഇവിടുത്തെ താലപ്പൊലി മഹോത്സവം അതിന് ആദ്യമായിട്ട് പങ്കെടുക്കുകയാണ്. തങ്ങൾ 4 കൊല്ലമായി നിറഞ്ഞു. എന്തായാലും വളരെയധികം സന്തോഷം. മതസൗഹാർദ്ദപരമായി നടക്കുന്ന ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു മഹാപുണ്യമായിട്ട് കരുതുകയാണ്. എന്തായാലും വരും വർഷങ്ങൾ തീർച്ചയായിട്ടും തങ്ങൾ പറഞ്ഞ മാതിരി ഞാനും ഇവിടെ എത്തിച്ചേരാൻ ഞാൻ ശ്രമിക്കും. എന്തായാലും ഈ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ഇതിൽ അഭിമാനം കൊള്ളുകയാണ്. എന്തായാലും ഇതും ഭാവിയിൽ നല്ല അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ ഭഗവാന്മാരോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. കീഴത്തിൽ ഇബ്രാഹിം ഹാജി, നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി, ഗഫൂർ പില്ലിലീസ്, പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഗിരീഷ്, രമാ ഷാജി, പി അബ്ദുറഹ്മാൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖരാണ് സമൂഹസദ്യയിൽ പങ്കാളികളാകാനെത്തിയത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ യാസിർ പൊട്ടച്ചോല, അഷ്റഫ് പൊട്ടച്ചോല, നൌഫൽ കാവുങ്ങൽ, കൺവീനർ സുനിൽകുമാർ GS, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സേതുമാധവൻ പറൂർ, സെക്രട്ടറി വിവേകാനന്ദൻ മാമ്പറ്റ, ഏഴൂർ കളരിക്കൽ പരശുരാമൻ പടിക്കർ എന്നിവർ ചടങ്ങിൽ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് മടമന ശ്രീജിത്ത് നമ്പൂതിരിയും യദു നമ്പൂതിരി, ചന്ദ്രശേഖരൻ പറൂർ, അജീഷ് പറൂർ എന്നിവർ നേതൃത്വം വഹിച്ചു. പൗരപ്രമുഖരുടെ നേതൃത്വത്തിൽ ഭഗവതിയുടെ ദേശപ്രദക്ഷിണവും നടന്നു. വിശിഷ്യ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഉത്സവങ്ങളെല്ലാം തന്നെ നമ്മുടെ ദേശീയ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. പുതിയങ്ങാടി യാവുന്തങ്ങൾ ലൗലി അവരുടെ ആണ്ട് നേർച്ചയായാലും കല്ലിങ്ങലിലെ നേർച്ചയായാലും ശരി, വൈരങ്കോട് ക്ഷേത്രത്തിലെ ഉത്സവമായാലും ശരി, എല്ലാം തന്നെ തിരൂരിൻ്റെ സാംസ്കാരിക സമന്വയം വിളിച്ചോതുന്നതാണ്. ഇവിടെ ഈ ഉത്സവത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നൽകാൻ കഴിയാവുന്ന സന്ദേശം
ഏത് മതത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ശരി, മാനവികതയുടെ മഹിതമായിട്ടുള്ള സന്ദേശമാണ് നൽകാൻ നമുക്ക് സാധിക്കുന്നത്.